അല്ല ഞാനതല്ല ആലോചിക്കണ സ്റ്റെഫി, ഇത്രയും ഹോളും പൈസയൊക്കെ ഉള്ള ഈ എക്സ് എന്തിനായിരിക്കും ഈ ലൂക്കോസിനെ പോലെ ഒരാളെ അസിസ്റ്റന്റ് ആയിട്ട് വെച്ചേക്കണേ? എന്തിനായിരിക്കും? അതിനല്ലടി നിന്റെ അടുത്ത് ചോദിച്ചാ. നീ വലിയ ഡിറ്റക്റ്റീവ് ആണെന്നൊക്കെയല്ലേ പറയണത്? എന്താ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഇനി പെണ്ണെ എന്നാലേ നിനക്കൊരു IQ ലെവൽ ഉണ്ടാവില്ലേ? അത് വെച്ച് എന്താ തോന്നുന്നേന്നാ ചോദിച്ചത്. ഒന്നും തോന്നുന്നില്ല. എടീ നാണക്കേട്. ഈ സാധാരണ ആൾക്കാർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഈ ബ്രെയിനിലെ ചില ഇൻഡ്യൂഷൻസും സിഗ്നൽസ് ഒക്കെ വരും. അങ്ങനെ നിന്റെ തലയ്ക്കകത്ത് വല്ലതും വരുന്നുണ്ടാ? വരുന്നുണ്ട്. എന്താ? നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. ഒരു കണക്കിന് ചെവി കേട്ടുവിടാത്തന്നെ നല്ലത്. അതാകുമ്പോ ആരെ പരിഭവവും വിഷമവും ഒന്നും കേൾക്കണ്ടല്ലോ. എടി നീ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്താൽ മതി, ആ ടാലന്റ് നിനക്ക് കിട്ടും. വേണം ഞാൻ പഠിപ്പിച്ചുതരാം. പഠിച്ചിട്ട് എന്നാത്തിനാ? ഇതെല്ലാം അറിയാൻ നിനക്ക് വല്ലതും പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ആ എക്സ് ആരാന്നോ ആ ലൂക്കോസ് ആരാന്നോ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റിയോ? എടി അത് ഞാൻ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചിട്ട് അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ചെറിയ ചെറിയ തമാശകളാണ് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. നീ ചുമ്മാ തള്ളി മറിക്കല്ലേ എന്റെ ടീനെ. അല്ലാതെ നിന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ല. അവരെ അത്രയും സീക്രട്ട് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. എടി അതെ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ മണത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ് ഈ ടീന. അതുകൊണ്ട് നീ അധികം എന്നെ കളിയാക്കാൻ നിൽക്കല്ലേ. അയ്യോ, എന്നിട്ടെന്താ ഇപ്പൊ ആ മൂക്കിനകത്ത് മണം വരുന്നില്ലേ? ഓ, മണം വരുന്നില്ല ഇപ്പം. അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചു. മങ്കി സിംഗ് ഒരു ദിവസം നോക്കിയപ്പോ അഗ്നിപർവ്വതം പൊട്ടി വരണ്. മങ്കി സിംഗ് വിചാരിച്ച് അത് സ്വർണ്ണമാണെന്ന് എന്ന് വിചാരിച്ചു കൊണ്ട് ഓടി ഒരു കുട്ട എടുത്തോണ്ട് വാരാൻ വേണ്ടി പോയി. അവിടെ പോയപ്പോ എന്ത് സംഭവിച്ച്? മങ്കി സിംഗിന്റെ ദേഹം മൊത്തം പൊള്ളി. ഇതിന്ന് എന്ത് മനസ്സിലാക്കാം? മനുഷ്യന് പണത്തിന്റെ ആർത്തി വരുമ്പോ സ്വയബുദ്ധി ഇല്ലാതാവുമെന്ന് മനസ്സിലാക്കണം. എടി നീ നോക്കിക്കോ, ഞാനിത് കണ്ടുപിടിക്കുകയും ചെയ്യും. എക്സ് ആരാണെന്ന് കണ്ടുപിടിക്കും. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പൊക്കി എടുത്തോണ്ട് വരും. ബറ്റ് വെച്ചോ. ഓഹോ, അങ്ങനെങ്കിൽ എനിക്ക് വലിയൊരു ട്രീറ്റ് തന്നെ വരും. ആണോ? എന്റെ മോള് പൈസ റെഡിയാക്കി അങ്ങ് വെച്ചോ കേട്ടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തോന്ന് സംസാരിക്കണേ? ഒന്നുമില്ല ഒന്നുമില്ല. എവിടെയടി വരുന്ന പറഞ്ഞ ആള്? ഇപ്പൊ വരുന്നേ. നീ കറക്റ്റ് നമ്പർ തന്നെയാണോ വിളിച്ചത്? എല്ലാം കറക്റ്റ് ആണ്. ഇപ്പൊ വരും. ചെവി കാണിക്കൂ. പിന്നെ ആ പൈസയുടെ കാര്യമൊക്കെ കറക്റ്റ് ആണോ ഡീൽ ചെയ്തത്? എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് എമൗണ്ട് ഒക്കെ പറഞ്ഞു? കറക്റ്റ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ടെ ഇപ്പുറത്ത്. എവിടെയായിരുന്നു? എന്താ ഇത്ര ലേറ്റ് ആയത്? വരുന്ന വഴി പ്രളയം. ഒരു വിധത്തിലാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പ്രളയോ? നമ്മുടെ ഇവിടെയോ? ഞങ്ങളുടെ അറിയില്ല, അങ്ങനെ ഒന്നുമില്ലല്ലോ. എടി റോഡിൽ വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടാവും, അതായിരിക്കും പറയുന്നത്. എക്സാക്ട്ലി. നിങ്ങൾക്ക് വെള്ളക്കെട്ട്, എനിക്കത് പ്രളയം. കാര്യം മനസ്സിലായി ചേട്ടാ. പിന്നെ നമ്മള് ചേട്ടനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അമ്മാവന്റെ ഓപ്പറേഷന്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് പൈസ തരാതെ മുങ്ങാനാണ് പ്ലാൻ എങ്കിൽ നമ്മുടെ തനി സ്വഭാവം നിങ്ങളും നിങ്ങളുടെ എക്സും അറിയും. നിങ്ങൾ പേടിക്കണ്ട, അമ്മാവന്റെ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ഓൾറെഡി സെറ്റാണ്. എഗ്രിമെന്റിൽ ഒപ്പിട്ടാൽ മാത്രം മതി. എഗ്രിമെന്റോ? എന്ത് എഗ്രിമെന്റ്? എക്സിന്റെ കണ്ടീഷൻ എഗ്രിമെന്റ്. എഗ്രിമെന്റ് വേണമല്ലോ എല്ലാ കാര്യത്തിനും. അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാ പിന്നെ അകത്തോട്ടിരിക്കാം. എന്തിനിവിടെ വന്നേ? പൈസ തരാൻ. പൈസയാ? എന്തിന്? അമ്മാവിന്റെ ചെവിയുടെ ഓപ്പറേഷൻ നടത്താൻ. ചെവി ഓപ്പറേഷൻ നടത്താനാ? നടക്കോ? നടക്കും. മുടക്കോ? നീയാ മുടക്കാതെ ഞാൻ കൊല്ലും. മുടക്കുമെന്നല്ല, നടക്കുമെന്ന്. നടക്കുമെന്ന്? ഇതൊക്കെ എക്സിന്റെ തീരുമാനങ്ങളല്ലേ? ആരെ? ടിവിയിൽ സെറ്റ് വലിച്ച ആള്? നീ ആള് ചെറുതാണെങ്കിലും നിന്റെ മനസ്സ് വലുതാണ് കേട്ടാ. എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ? അമ്മാവൻ പോയി റെസ്റ്റ് എടുത്തോ, ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. ഞാനേ ഫ്രാൻസിസ് അളിയല്ലേ, ഫ്രാൻസിസ് അളിയനെ പോയി കണ്ടിട്ട് വരാം. സൂക്ഷിച്ചു പോണം, ചെവി നോക്കാം. ഇത് കയ്യിൽ വെച്ചോ. വേണ്ട, ഒഴിച്ചല്ല, അത് മതി. ശരി എന്നാ കയറി വാ. ഇയാളെന്താ ഇവിടെ? എടി, ഇതാണ് എക്സിന്റെ അസിസ്റ്റന്റ്. എക്സിന്റെ അസിസ്റ്റന്റോ? ഈ പുള്ളിക്കാരനോ? അയാൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേടി അസിസ്റ്റന്റ് ആക്കി വെക്കാനെ കൊണ്ട്? എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അങ്ങനെ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാൻ ഒരുപാട് കഴിവുണ്ടെന്ന്. ഞാൻ കരോട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതെടാ, ബെൽറ്റ് എവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. എടി ചാരു, ഈ മനുഷ്യനെ വിശ്വസിച്ച് നമ്മൾ നിനക്ക് ഇറങ്ങണോ? ആലോചന കണ്ടിട്ട് പറ.
ഇങ്ങനെ കാണുമ്പോഴേ ഒരു കളക്ഷൻ ഉണ്ട്. ചാരു, ഇത് ശരിയാകുമോ? ശരിയാവൂടി. എനിക്ക് കളറി അറിയാം. ഇത് തന്നെ ധാരാളം. നമുക്ക് കാര്യത്തിലോട്ട് എടുക്കാൻ വേണം. എല്ലാവരും ഓക്കെ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, എന്റെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സന്തോഷം മാത്രമല്ല, ഞങ്ങൾക്ക് പേയ്മെന്റ് വേണം. അതിനുവേണ്ടി ഞങ്ങൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്. എനിക്കറിയാം നിങ്ങളെ ഞാൻ പറ്റിക്കില്ല. ജയന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉടൻ തന്നെ നമുക്ക് ഓപ്പറേഷൻ നടത്താം. താങ്ക് യു ബിഗ് ബോസ്. ബിഗ് ബോസോ? താങ്ക് യു എക്സ് ബോസ്. അല്ല എക്സ്. ഓക്കെ എക്സൈസ്. എനിവേ, ഹാവ് എ ഗുഡ് ഡേ. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫോണിൽ എത്തിക്കോളും. എല്ലാവരും ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ട് വരണം. നിക്ക്, വായിച്ചൊക്കെ നോക്കാം. മിഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന എല്ലാ റിസ്കുകൾക്കും നിങ്ങൾ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കും. അതെന്താടി അങ്ങനെ? ഇത് അപ്പൊ അപകടമൊക്കെ ഉണ്ടാകുമോ? മിഷൻ നടക്കുന്ന സമയത്ത് അപകടം ഉണ്ടായാൽ കമ്പനി ഉത്തരവാദികളല്ല. എടി, ആലോചിച്ചിട്ടൊക്കെ ഒപ്പിട് കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞു എന്തോ അപകടം വരാനിരിക്കുന്നുണ്ട്. നമുക്ക് വേറെ വഴിയില്ല. എടി, അത് പിന്നെ ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. അമ്മാവന് വേണ്ടിയല്ലേ? അമ്മാവന്റെ ഓപ്പറേഷന് വേണ്ടിട്ടല്ലേ? ഒപ്പിട്. പിന്നെ അത് എടി, ഒപ്പിടേ. കൈ വിറക്കുന്നു. എടി, ഒന്നും കൂടെ ആലോചിച്ചിട്ട് ഒപ്പിടേ. ഇടല്ലേ? ഇട്ടു. ശരി എന്നാ. നിക്ക്, ഒരു കാര്യം ചോദിക്കട്ടെ. ലൂക്കോസിന് എങ്ങനെ ഈ എക്സിനെ പരിചയം? അതൊരു കഥയാണ്. കഥയാണെങ്കിൽ നമുക്കൂടെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാല്ലേ? പറ. ഞാൻ ഒരു പാവം പിടിച്ച കുടുംബത്തിലാണ് ജനിച്ചത്. പത്രം ഇടാൻ പോയി ഹോട്ടലിൽ ജോലി ചെയ്തുമാണ് ഞാൻ എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയത്. ഒരുപാട് അലഞ്ഞ് ജോലിക്ക് വേണ്ടി, ആരും തന്നില്ല. എൻ്റെ ഈ കുറവായിരിക്കും അതിനെല്ലാം കാരണം. അങ്ങനെ ജീവിതം മടുത്തു. അങ്ങനെ ഞാനൊരു ലൈവ് ഇട്ടു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനും നമസ്കാരം. എൻ്റെ അവസാനത്തെ നമസ്കാരമായിരിക്കും ഇത്. എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒരാളും എനിക്ക് ജോലി തന്നില്ല. 100 ഉപദേശം പറയാൻ ആൾക്കാരുണ്ട്. ഉപദേശം കൊണ്ട് വയറെന്നറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഞാൻ ഈ കയറിലാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. ആരാണ് മനുഷ്യന് മരിക്കാനും സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ എക്സ് ആണ് സംസാരിക്കുന്നത്. എക്സോ? നിങ്ങൾക്ക് വേണ്ടത് ജോലിയല്ലേ? അത് ഞാൻ തരാം. പകരം നിങ്ങളുടെ ജീവിതം എനിക്ക് തരാമോ? അങ്ങനെയാണ് ഞാൻ എക്സിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഇയാൾ എക്സിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെ എക്സ് ഇയാളെ കോണ്ടാക്ട് ചെയ്യുന്നത്? നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന പോലെ. അപ്പോ എക്സിനെ കാണാനുള്ള മാർഗമുണ്ടോ? അത് എക്സ് തന്നെ തീരുമാനിക്കണം. ചേട്ടാ, എങ്ങനെയുള്ളൊരു ജോലിയായിരിക്കും എക്സ് നമുക്ക് തരിക? അത് എക്സ് നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. എന്നാലും എക്സ് നമുക്ക് എന്ത് പണിയായിരിക്കും തരുന്നത്? അത് ഉറപ്പല്ലേ? നല്ല 8ന്റെ പണിയായിരിക്കും. എന്റെ ഗുരുവായൂരപ്പ, ഞങ്ങളെ കാത്തോണേ. എന്തായാലും എല്ലാരും സൈൻ ചെയ്ത് കൊടുത്തു പോയില്ലേ? ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല എന്ത് ചെയ്യാനാ? വെൽക്കം ടു അഗ്നി ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇന്ന് അഗ്നി ന്യൂസിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഏരിയ കണ്ടോ? ഈ റബ്ബർ വിള. ഈ റബ്ബർ വിളയിലാണ്
ഈ ഏരിയയിലെ എല്ലാ പയ്യന്മാരും വന്നിരുന്ന് കഞ്ചാവ് വലിക്കുന്നത്. സ്കൂളിൽ പോകാത്ത പിള്ളേർ, കോളേജിൽ പോകാത്ത പിള്ളേർ, ഭാര്യയെ പറ്റിച്ച് പണിക്ക് വേണമെന്ന് കറങ്ങി നടക്കണ അണ്ണന്മാർ എല്ലാവരും ഇവിടെ വന്നിരുന്നാണ് കഞ്ചാവ് വലിക്കുന്നത്. പക്ഷേ അവരുടെ മുഖം ആരും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് അഗ്നി ഫ്രാൻസിസ് അവരുടെ മുഖം നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ വെൽക്കം ടു അഗ്നി ന്യൂസ് ചാനൽ. വളരെ വളരെ ആപൽക്കരമായ സിറ്റുവേഷനിലൂടെയാണ് ഇവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ സൂക്ഷിച്ചു, ആരും ഒന്നും മിണ്ടല്ലേ. ഓക്കെ, കണ്ടോ, ഇതായിരിപ്പുണ്ട് ജയൻ. ഏയ് ഇവ എന്തിനിവിടെ എൻ്റെ ന്യൂസ് കൊളാക്കാൻ? ഇവിടെ എന്തിരിക്കണ? ശരിയായില്ലേ? അത് ശരിയായില്ലേ? ഇല്ല ഇല്ല, ഈ ഏരിയ വളരെ മോശം ഏരിയയാണ്. വാങ്ങിക്കാൻ പോണാ? വാങ്ങിക്കാൻ നിന്റെ മാമൻ പൈസ കൊണ്ട് വെച്ചിരിക്കണ. ഈ ഏരിയ വളരെ മോശം, തറ ഏരിയ, തറ. എത്ര രൂപ? നീ എന്തിനിവിടെ വന്ന? ഞാനേ അളിയനെ നോക്കി ഓഫീസിൽ പോയി, കണ്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞ്? ആരും പറഞ്ഞില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞ്? എനിക്ക് വിഷമം വന്നപ്പോഴ് ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞാലേ ആരും കാണൂല. അവിടെ ആവുമ്പോ പിള്ളേരൊക്കെ കാണൂലേ, അപ്പൊ ഞാൻ കരയണത് കണ്ട അവർക്ക് വിഷമാവൂലേ? എടേ, ഈ ഏരിയ ഇത് കരയാൻ പറ്റിയ സ്ഥലമല്ല. ഇതെന്ന് പറയുന്നത് ഒരുപാട് പേര് വന്നിരുന്ന് കഞ്ചാവ് വലിക്കണ സ്ഥലമാണ്. പോലീസ് വന്ന് അള്ളിക്കൊണ്ട് പോവും. കഞ്ചാവ് വലിക്കാൻ വന്നതാ? എടാ പോടാ അവിടെ നിന്ന്. എടാ പയ്യന്മാര് ഇവിടെ വന്നിരുന്ന് വലിക്കും. പയ്യന്മാര് മനസ്സിലായി. പേല വന്ന് അള്ളിക്കൊണ്ട്. ഇവിടെ ഇരിക്കണ്ട, വാ പോവാ. നീ എന്ത്, നിനക്ക് വിഷമം എന്ത്? പൈസ തരുമോ? ആര്? ഓപ്പറേഷന്. എടാ നീ എന്തോന്ന് അറിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ ചോദിക്കുന്നത്? എടാ ഞാൻ നിൽക്കുന്ന അവസ്ഥ നിനക്ക് അറിയാവുന്നുള്ളതല്ലേ? ഞാൻ നിൽക്കുന്ന അവസ്ഥ പാവം ഒന്നുമില്ല. അയ്യോ എല്ലാം തരണേ, പിച്ച കാണാ. ആ അവസ്ഥയാണ് എൻ്റെ. പിച്ച എടുക്കാനാ? പിച്ചയൊന്നും ഞാൻ എടുക്കൂല, അത് ശരിയല്ല. എടാ അതല്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ അളിയന്റെ അവസ്ഥ വളരെ മോശമാണ്. നിനക്ക് ഞാൻ പൈസ കടം തന്നാൽ, ആരെയും കടം വാങ്ങിച്ചു തന്നാ മതി. അതാണ്, വാങ്ങിച്ച് തന്നാൽ അടുത്ത ദിവസം ഞാൻ ഈ റബ്ബർ കണ്ട റബ്ബർ ഇതിൽ വന്ന് അയ്യോ ഞാൻ തിരിച്ചു കൊടുക്കും. നീ കൊടുക്കും, പക്ഷെ എനിക്ക് കിട്ടൂല. മനസ്സിലായ? നീ ഒരു കാര്യം ചെയ്, സാരും കണ്ടതല്ലേ, ഇതെന്തിന്? ഇവിടെ നിന്ന് നേരെ താഴെ പോകുമ്പോ മധു അറിയാ മധു ചായക്കട. അവിടെ പോയി ഒരു ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോ. ഇവിടെ നിന്ന് കറങ്ങണ്ട. അല്ലെങ്കിൽ വേണ്ട, ഇരിക്കട്ടെ. വീട്ടില് പോയി ഇരിക്കണം, പുറത്തിറങ്ങല്. പള്ളു വിളിച്ചാൽ പോലും അറിയാൻ പറ്റൂല. വീട്ടിൽ ഇരുന്നാലേ വിഷമം വരും. വിഷമം വരുമ്പോ അപ്പൊ വിഷമം പോവും. എത്ര സമയം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റും? തോന്നിക്കണം. ഞാൻ വീഡിയോ എടുക്കട്ടെ. 10 രൂപ. ശരി, ഇരിക്കട്ടെ. ഭഗവാനേ, നല്ലൊരു ആൻസർ തന്നെ കിട്ടണേ. എല്ലാം ദൈവത്തിനറിയാന്നോ? ഓ ഗോഡ്, ഞാൻ ഇങ്ങനത്തെ ഒരു ആൻസർ അല്ല പ്രതീക്ഷിച്ചത്. കുറച്ചൊരു ക്ലാരിറ്റി ഉള്ളൊരു ആൻസർ ഒന്നൂടെ. നീ എന്നതേ കാണിക്കുന്നേ? ഞാനേ ഒരു ലോട്ട് ഇട്ട് നോക്കുമായിരുന്നു, നമുക്ക് കിട്ടാൻ പോണ പണിയെ 8-ൻ്റെതായിരിക്കുമോ അതോ സോഫ്റ്റ് ആയിരിക്കുമോ അതോ ഹാർഡ് ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കിട്ടിയാ? എല്ലാം ദൈവത്തിനറിയാന്ന്. അപ്പൊ കറക്റ്റ് ഉത്തരം കിട്ടിയില്ലേ? പിന്നെ ഇതാണോ ഉത്തരം? കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളൊരു മറുപടി തന്നൂടെ ദൈവത്തിന്? എന്റെ പൊന്നു പൊട്ടിക്കാളി, ഈ ദൈവം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ആണ്. തൂണിലും ഉണ്ട്, തുരുമ്പിലും ഉണ്ട്, നിന്നിലും ഉണ്ട്, എന്നിലും ഉണ്ട്. പുള്ളിക്ക് തന്നെ അറിയാൻ പാടില്ല എവിടാ ഇരിക്കണേന്ന്. പിന്നെ എങ്ങനെയാ ക്ലാരിറ്റി പുള്ളി തരുന്നേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ, നീ ഒരു ലോട്ട് ഇട്ടെടുക്ക.
എൻ്റെ പൊന്നു മോളെ ഇമാതിരി പരിപാടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാലേ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള മൈൻഡാണ് എനിക്ക്. എനിക്കും ആ മൈൻഡൊക്കെ തന്നെ. ഞാൻ സബാന ഒതുക്കിയവളാണ്. നീയും നിന്റെ ഒരു സബാന അങ്ങനെ ഒരാളുണ്ടോ? എന്താ നിനക്കൊരു സംശയം? നീ ആ മട്ടാഞ്ചേരി പോയി ഒന്ന് അന്വേഷിച്ചു നോക്ക്, അപ്പൊ അറിയാം അങ്ങനെ ഒരാളുണ്ടോ. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ട്. Put on your TV. എക്സിന്റെ മെസ്സേജ് അല്ലേ? നിനക്ക് വന്നിട്ടുണ്ടോ? ഇത്തെ പണി എന്താന്ന് നോക്കാം. റിമോട്ട് എവിടെ? എടി മെസ്സേജ് വന്നാ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ് ആർമി. എന്താ ആർക്കും ഒരു ഉന്മേഷമില്ലാതെ നിൽക്കുന്നത്? നിങ്ങളുടെ എനർജിയാണ് എനിക്ക് വേണ്ടത്. എക്സ് അങ്കിളെ. നോ അങ്കിൾ, നിങ്ങൾ എന്നെ എക്സ് എന്ന് മാത്രം വിളിച്ചാൽ മതി. റിലേഷൻ ആൻഡ് അറ്റാച്ച്മെന്റ് എനിക്ക് താല്പര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ബിസിനസ് ഡീൽ. ഓക്കെ അവന്തി? ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതൊന്ന് ചോദിക്കാൻ പറ്റുമോ? പറയൂ. എക്സിന് എങ്ങനെ ഞങ്ങളെയൊക്കെ അറിയാവുന്നത്? ഇതിനുള്ള മറുപടി നിങ്ങളെ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ദിസ് ഈസ് അവർ ഫസ്റ്റ് ബിസിനസ് മീറ്റ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ജയന്റെ ഓപ്പറേഷനായുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നാളെ തന്നെ ജയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. താങ്ക് യു ബോസ്. ഇനി നമ്മുടെ മാറ്ററിലേക്ക് വരാം. ഈ ഫോട്ടോ നിങ്ങളുടെ ഫോണിലേക്കും ഞാൻ അയച്ചിട്ടുണ്ട്. ഇയാളുടെ പേര് പ്രതാപൻ, വയസ്സ് 55, ഗവൺമെന്റ് എംപ്ലോയിയാണ്. ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുന്നില്ല. വീട്ടുജോലിക്ക് നിൽക്കുന്ന സ്ത്രീയുടെ 7 വയസ്സുള്ള മകളെ ഇയാൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചു. ശേഷം അയാളുടെ സ്വാധീനവും പണവും ഉപയോഗിച്ച് ആ സംഭവത്തിന് തന്നെ തേച്ചു മാച്ചു കളഞ്ഞു. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ വാർത്ത. നീ പത്രക്കാരിയല്ലേ? പണമെറിഞ്ഞാൽ നിങ്ങളെ പോലെയുള്ളവർ ഇവന്മാർക്കൊക്കെ കുടപിടിച്ചു കൊടുക്കാറല്ലേ ഉള്ളൂ. എന്റെ പൊന്ന എക്സ്, ഞാൻ ആ ടൈപ്പ് അല്ല. നീ അല്ലായിരിക്കാം, പക്ഷേ നിന്റെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ട്. ഇവനൊക്കെ നല്ല പണി വെച്ചു കൊടുക്കണം. യെസ്, യു സെഡ് ഇറ്റ്. സോ ഇത് തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ കേസ്. അയാളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അയാളെ ട്രാക്ക് ചെയ്ത് ഹുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആ അമ്മയ്ക്കും മകൾക്കുമുള്ള നീതി നിങ്ങളുടെ കയ്യിലാണ്. ഇനി ഒരു കുഞ്ഞിനും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. സോ ഡു ഇറ്റ് ഫാസ്റ്റ്. അത് നിങ്ങൾക്കുള്ള പാഴ്സലാണ്, ഫോർ യുവർ സേഫ്റ്റി. സോ ഹാപ്പി ഹണ്ടിങ്. എടി നീ പോയി നോക്കി. ഓ, കൊണ്ടുവച്ച ആളെ കണ്ടില്ല. അയാൾ പിന്നെ എങ്ങോട്ട് പോയി കാണും? അറിഞ്ഞുണ്ടോ? നീ തുറന്നേ. ഒരു മിനിറ്റ്, തുറക്കാൻ പറ്റേ? നമ്മള് ശരിക്കും ഇത് ചെയ്യാൻ പോവാണോ? അല്ലാതെ പിന്നെ അങ്കിളുടെ സർജറി നടത്തണ്ടേ? അത് വേണം. എന്നാ പിന്നെ വേറൊരു വഴിയില്ല, ഞാൻ ഉണ്ട് കൂടെ. നമുക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ തുറന്നേ.